السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബുൽ ഇൽമ് എന്ന ഗ്രന്ഥമാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒന്നാമത്തെ ദർസിൽ പ്രധാനപ്പെട്ട 6-7 കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. ഇൽമിന്റെ ലുഗവിയായിട്ടുള്ള അർത്ഥം, 2 അതിന്റെ ഇസ്തിലാഹി ആയിട്ടുള്ള അർത്ഥം, 3 ഖുർആനും സുന്നത്തും മദ്ഹ് ചെയ്തിട്ടുള്ളത്, സനാ ചെയ്തിട്ടുള്ളത്, ആ ഇൽമ് അത് ഖുർആനാണ്, ഹദീസാണ്. 4 ശർഈ അല്ലാത്ത ഇൽമുകൾ പഠിക്കുന്നതിന്റെ ഹുക്മ്. ചില സന്ദർഭങ്ങളിൽ അത് വാജിബായി തീരും, ചില സന്ദർഭങ്ങളിൽ അത് ഫർള് കിഫായ ആയിത്തീരും. ഇനി ഒരാൾക്ക് അത് ഉപകാരപ്പെടുന്ന 3 സന്ദർഭങ്ങൾ അത് വിശദീകരിച്ചു. അതിനുശേഷം ഇസ്ലാം നിലകൊള്ളുന്നത് അടിസ്ഥാനപരമായിട്ട് 2 കാര്യങ്ങളിലാണെന്നുള്ളത് പറഞ്ഞു. ഒന്നാമത്തത് ഇൽമാണ്, രണ്ടാമത്തത് ഖിതാലാണ്. അവിടെ ഒന്നാമത്തതിനാണ് മുൻഗണന എന്നുള്ളത് പറഞ്ഞു. അതിന്റെ തെളിവുകളും കാര്യങ്ങളും പറഞ്ഞു. അതിനുശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കേണ്ടത് ബസീറത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. എന്താണ് ബസീറത്ത് എന്നുള്ളത് വിശദീകരിച്ചു. ആ ആയത്ത് വിശദീകരിച്ചു. ഇനി അതിന്റെ ബാക്കി നോക്കിക്കോ. ആയത്ത് തെളിവായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വഹാദിഹി സബീലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല തആല ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറ അനാ വമൻ ഇത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രികീൻ. ഈ ആയത്താണ് അതിന്റെ തെളിവ്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കേണ്ടത്, ദഅവത്ത് നടത്തേണ്ടത് അത് ബസീറത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. വ്യക്തമായ തെളിവ് അല്ലെങ്കിൽ പ്രമാണം, രേഖ, ഉൾക്കാഴ്ച, ഇൽമ് ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കേണ്ടത്. ബാക്കി നോക്കിക്കോ. ഫലിൻസാനു ലദീ യതതഹറു വഹുവ യഅലമു അന്നഹു അലാ ത്വരീഖിൻ ശർഈൻ. ഇനി ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ചില പോയിന്റുകൾ സൂചിപ്പിക്കുകയാണ്. ഒരാൾ ബസീറത്തോട് കൂടിയിട്ടായിരിക്കണം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കേണ്ടത്. അതേപോലെ തന്നെ അയാൾ ദഅവത്ത് ചെയ്യേണ്ടത്. ഇനി അദ്ദേഹം ചില കാര്യങ്ങളോടെ കൊണ്ടുവരണം. ശുദ്ധി വരുത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ശുദ്ധി വരുത്തുന്നത് ശർഈ ആയിട്ടുള്ള മാർഗത്തിലൂടെയാണ്. അത് വുളു ആകാം, കുളിയാകാം. അങ്ങനെ ശുദ്ധി വരുത്തുന്ന ഒരാൾ ഹൽ ഹുവ കല്ലദീ യതതഹറു മിൻ അജ്ലി അന്നഹു റഅ അബാഹു വ ഉമ്മഹു യതതഹറു. അപ്പൊ ശർഈ ആയിട്ട് ശുദ്ധി വരുത്തുന്ന ഒരാൾ, അയാളും മറ്റൊരാൾ ശുദ്ധി വരുത്തുന്നത് അയാളുടെ ഉമ്മ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടാണ്, അല്ലെങ്കിൽ അയാളുടെ പിതാവ് അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടാണ്. അപ്പൊ ഒരാള് ശുദ്ധി വരുത്തുന്നത് ശർഈ ആയ ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ്. വേറൊരാള് അയാള് വുളു എടുക്കുന്നത് അല്ലെങ്കിൽ അയാള് കുളിക്കുന്നത്, ശരീരം ശുദ്ധീകരിക്കുന്നത് അയാളുടെ മാതാപിതാക്കൾ ചെയ്യുന്നത് കണ്ടിട്ടാണ്. അയ്യുഹുമ അബ്ലഗു ഫീ തഹ്ഖീഖിൽ ഇബാദ. ഇവിടെ യഥാർത്ഥത്തിൽ ആ ശുദ്ധീകരണം എന്നുള്ള ഇബാദത്തിനെ തഹ്ഖീഖ് ചെയ്യുന്നത് ആരാണ് എന്നുള്ളതോട് വിശദീകരിക്കുകയാണ്. റജുലുൻ യതതഹറു ലിഅന്നഹു അലിമ അന്നല്ലാഹ അമറ ബിത്വഹാറ. ഒരാള് ശുദ്ധീകരിക്കുന്നത് അള്ളാഹു അത് കൽപ്പിച്ചിട്ടുണ്ട് എന്നറിഞ്ഞിട്ടാണ് അയാള് ശുദ്ധീകരിക്കുന്നത്. വഅന്നഹാ ഹിയ ത്വഹാറത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെ ശുദ്ധീകരണം നടത്തിയിട്ടുണ്ട്, അള്ളാഹു അത് കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ശുദ്ധി വരുത്തുന്ന ഒരാൾ.
യതതഹറു ഇംതിസാലി അംരില്ലാഹി വത്തിബാഇ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അം റജുലുൻ ആഖർ യതതഹറു ലി അന്ന ഹാദൽ മുഅ്താദു ഇൻദഹു. അവിടെ ചോദ്യമാണ്, ഇങ്ങനെ അല്ലാഹ് കൽപ്പിച്ചിട്ടുണ്ട് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് ശുദ്ധി വരുത്തുന്ന ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്തുകൊണ്ട് ശുദ്ധി വരുത്തുന്ന ഒരാളാണോ, അതല്ല മാതാപിതാക്കൾ ചെയ്യുന്നത് കൊണ്ട് അത് കണ്ടിട്ട് പിന്നെ ശുദ്ധീകരണം നടത്തുന്ന ഒരാളാണോ, അതല്ലെങ്കിൽ ഇവിടെ അന്ന ഹാദ അൽ മുഅ്താദു ഇൻദഹു എന്ന് പറഞ്ഞാൽ അയാൾക്ക് അതൊരു ആദത്താണ്. വുളു എടുക്കുന്നത് അയാളൊരു ആദത്തായിട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ കുളിക്കുന്നത് അയാളൊരു ആദത്തായിട്ട് ചെയ്യാൻ. അപ്പൊ മറ്റൊരാളെ അനുകരിച്ചുകൊണ്ട് ചെയ്യുന്നതാണോ, അതല്ല ഒരു ആദത്തായിട്ട് ചെയ്യുന്ന ഒരാളാണോ, അതല്ല ശരിക്ക് ഇത് അല്ലാഹ് കൽപ്പിച്ചതാണ്, ഇത് ഞാൻ ചെയ്യുന്നത് റസൂലുള്ളാഹിനെ ഇത്തിബാ ചെയ്തുകൊണ്ടാണ്, അങ്ങനെ ചെയ്യുന്ന ആളാണോ യഥാർത്ഥത്തിൽ ആ ഇബാദത്ത് തഹ്ഖീഖ് ചെയ്യുന്നത്? ആ മുറപ്രകാരം ആ ഇബാദത്ത് നിർവഹിക്കുന്നത് ആരാണ്? ഇതൊക്കെ ഇൽമിന്റെ പ്രാധാന്യമാണ്. ഒരാൾ മാതാപിതാക്കൾ ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിസ്കരിക്കണം, അല്ലെങ്കിൽ നോമ്പ് വെക്കണം, അല്ലെങ്കിൽ വേറെ എന്തോ അതാകട്ടെ, അതിലൊരാളുടെ ആദത്ത് അതാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അതല്ല, അത് ഖുർആൻ പഠിപ്പിച്ചതാണ്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാ ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ്. ആരാണ് യഥാർത്ഥത്തിൽ അവിടെ ഇബാദത്ത് തഹ്ഖീഖ് ചെയ്യുന്നത്? ഫൽ ജവാബു, അതിന്റെ ഉത്തരം ബിലാ ശക്കിൻ, യാതൊരു സംശയമല്ല, അന്നൽ അവ്വല ഹുവല്ലദീ യഅബ്ദുല്ലാഹ അലാ ബസീറ, ഒന്നാമത്തെ ആളാണ് ബസീറത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത്. അതായത് ഫഹൽ യസ്തവി ഹാദ വദാക, ഈ രണ്ടുപേരും ഒരേപോലെയാണോ? ചോദ്യമാണ്. വൈൻ കാന ഫീലു കുല്ലി മിൻഹുമാ വാഹിദൻ, രണ്ടാളും ചെയ്തത് ഒരേ പണിയാണ്, ഒരേ ഇബാദത്താണ് രണ്ടാളും ചെയ്തത്, ആ രണ്ടുപേരും ഒരേപോലെയാണോ? ലാക്കിൻ ഹാദ അൻ ഇൽമിൻ വ ബസീറത്തിൻ, ഒരാൾ ചെയ്തത് ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ്, ബസീറത്തിന്റെ അടിസ്ഥാനത്തിലാണ്. യർജുല്ലാഹ അസ്സ വജല്ല വയഹ്ദറുൽ ആഖിറ വയശ്ഉറു ബിഅന്നഹു മുത്തബിഉൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരാൾ ചെയ്തത് ഇൽമിന്റെ അടിസ്ഥാനത്തിലും ബസീറത്തിന്റെ അടിസ്ഥാനത്തിലുമാണ്. അല്ലാഹ് അത് കൽപ്പിച്ചിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്ത ഒരാളും ആരൊക്കെയോ ചെയ്യുന്നത് കണ്ടു, അല്ലെങ്കിൽ അത് അയാളുടെ ഒരു ശീലാണ്, അങ്ങനെ അയാളത് ചെയ്തു പോന്നു. അങ്ങനെ ഈ രണ്ടുപേരിൽ ആരാണ് യഥാർത്ഥത്തിൽ ആ ഇബാദത്തിനെ തഹ്ഖീഖ് ചെയ്യുന്നത്? അപ്പൊ അത് ബസീറത്തിന്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്ത ആളാണോ, അതല്ല മറ്റേ ആളാണോ? രണ്ടാളും ഒരേപോലെയല്ല. വഅഖിഫു ഇൻദ ഹാദിഹി നുക്ത, എന്നിട്ട് ഇബ്നു സമീർ റഹ്മത്തുള്ളാഹി പറയുന്നത്, ഇവിടെ ഒരു പോയിന്റ് എനിക്ക് പറയാനുണ്ട്, അതുകൊണ്ട് ആ വിഷയത്തിൽ നിന്ന് ഒരല്പം ഒന്ന് മാറുകയാണ്. വഅസ്അലു, എനിക്കിവിടെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട് നിങ്ങളോട്. ഹൽ നസ്തശ്ഇറു, എന്നിട്ട് ഇബ്നു സമീർ റഹ്മത്തുള്ളാഹി വേറൊരു പോയിന്റ് പറയാണ്. നമ്മൾ ഏതൊരു ഇബാദത്തുകളും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് അദ്ദേഹം ഇവിടെ കൊണ്ടുവരികയാണ്. വസ്സൽ, ഇവിടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഹൽ നസ്തശ്ഇറു ഇൻദൽ വുദൂഇ ബിഅന്നനാ നംതസിലു ലിഅംരില്ലാഹി സുബ്ഹാനഹു വ തആല, നമ്മൾ വുദൂ എടുക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ചെയ്യുകയാണെന്നുള്ളത് ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാകാറുണ്ടോ? നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അള്ളാഹ് കൽപ്പിച്ചത് കൊണ്ടാണ് ഞാനിങ്ങനെ വുദൂ എടുക്കുന്നത് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകാറുണ്ടോ? കാരണം അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹൂ ബിറൂസിക്കും വഅർജുലക്കും ഇലൽ കഅബൈനി. മാഇദയിലെ 6-ാമത്തെ ആയത്ത്, അതിന്റെ വിശദീകരണം ഞാൻ പറയുന്നില്ല. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വുദൂ എടുക്കുന്നത് എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ടോ? ഇത് അള്ളാഹ് കൽപ്പിച്ചതാണ് ഖുർആനിൽ. അപ്പൊ ഒരാൾ വുദൂ എടുക്കുമ്പോ ഇത് അള്ളാഹിന്റെ കൽപ്പന അനുസരിക്കുകയാണ് എന്ന് ഉള്ളൊരു ബോധം നിങ്ങളുടെ മനസ്സിലുണ്ടാകാറുണ്ടോ? ഹലിൽ ഇൻസാനിന്റെ വുദൂഹി യസ്തഖ്ദിറു ഹാദിഹിൽ ആയ, അവന്റെ മനസ്സിലേക്ക് അവന് ഈ ആയത്ത് കൊണ്ടുവരാറുണ്ടോ? വഅന്നഹു യതവല്ലഹു ഇംതിസാലി അംരില്ലാ ഹൽ യസ്തശ്ഇറു അന്ന ഹാദാ വുദൂ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇങ്ങനെ വുദൂ ചെയ്യാൻ അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ചിന്ത, ആ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകാറുണ്ടോ? വഅന്നഹു യതവല്ലഹു ഇത്തിബാ ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഈ വുദൂ എടുക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ ഇത്തിബാ ചെയ്തുകൊണ്ടാണ് എന്നുള്ളൊരു ബോധം നിങ്ങളുടെ മനസ്സിലുണ്ടാകാറുണ്ടോ? അൽ ജവാബു നഅം, അതെ. അൽ ഹഖീഖത്തു അന്ന മിന്നാ മൻ യസ്തഹ്ദിറു ദാലിക, അങ്ങനെ ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇത് അള്ളാഹ് കൽപ്പിച്ചതാണ്, ഞാൻ ഈ വുദൂ എടുക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ ഇത്തിബാ ചെയ്തുകൊണ്ടാണ് എന്നത് ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വലിദാദ യജിബു ഇൻദ ഫിഅലിൽ ഇബാദാത്തി, എന്നിട്ട് അദ്ദേഹം പഠിപ്പിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ നിർബന്ധമാണ് അന്നകൂല മുത്തസിലീന ലി അംരില്ലാഹി ബിഹാ അത്തഹഖഖ ലനാ ബിദാലികൽ ഇഖ്ലാസ് വന്നകൂന മുത്തബിഈന ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അള്ളാഹ് കൽപ്പിച്ചതാണ് എന്നുള്ളൊരു ബോധം വേണം. അതെന്തിനു വേണ്ടിയിട്ടാ? ആ ഇഖ്ലാസ് അവിടെ തഹ്ഖീഖ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവിടെ ഇഖ്ലാസോടുകൂടി ആ ഇബാദത്ത് ചെയ്യാൻ ആ ഒരു ബോധം നമ്മുടെ മനസ്സിലേക്ക് വേണം. അതേപോലെ തന്നെ ഞാൻ ഈ കാര്യം ചെയ്യുന്നത് അള്ളാഹുവിന്റെ റസൂൽ ഇത്തിബാ ചെയ്തുകൊണ്ടാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരണം. ഇത് ഏതൊരു ഇബാദത്താണെങ്കിലും. നഹ്നു നഅലമു അന്ന മിൻ ശുറൂത്തിൽ വുദൂഇ അന്നിയ്യ, നമുക്കറിയാം
വുളൂഇന്റെ പിന്നെ ഷർത്തിൽപ്പെട്ടതാണ് എന്ത്? നിയ്യത്ത് എന്നുള്ളത്. ലാക്കിന്റെ നിയ്യ ഖദ് യുറാദു ബിഹാ നിയ്യത്തുൽ അമലി, എന്നാൽ ആ നിയ്യത്ത് കൊണ്ട് ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് നിയ്യത്തുൽ അമലായിരിക്കും. വഹാദല്ലദി യുബഹസു ഫിൽ ഫിഖ്ഹി, ഈ നിയ്യത്തുൽ അമലിനെ സംബന്ധിച്ചാണ് ഫിഖ്ഹിൽ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുള്ളത്. എന്നാൽ വഖദ് യുറാദു ബിഹാ നിയ്യത്തുൽ മഅമൂലി ലഹു, എന്നാൽ നിയ്യത്തുൽ അമൽ മാത്രമല്ല, അവിടെ എന്ത് ഉദ്ദേശിക്കപ്പെടണം? നിയ്യത്തുൽ മഅമൂലി ലഹു, അത് അവിടെ ഉദ്ദേശിക്കപ്പെടണം. അപ്പൊ നിയ്യത്ത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നിയ്യത്തുൽ അമലുണ്ട്, മറ്റൊന്ന് നിയ്യത്തുൽ മഅമൂലുണ്ട്. നിയ്യത്തുൽ മഅമൂലി ലഹു അല്ലെങ്കിൽ നിയ്യത്തുൽ മഅമൂലി അലൈഹി. ഇവിടെ നിയ്യത്തുൽ അമലാണ് സാധാരണ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ ചർച്ച ചെയ്യപ്പെടാറുള്ളത്. എന്താണ് നിയ്യത്തുൽ അമലും നിയ്യത്തുൽ മഅമൂലി ലഹും തമ്മിലുള്ള വ്യത്യാസം? നിയ്യത്തുൽ അമലി എന്നുള്ളത് ആദാത്തുകളിൽ നിന്ന് ഇബാദത്തുകൾ വേർതിരിക്കുക, അതല്ലെങ്കിൽ ഇബാദാത്തുകളിൽ നിന്ന് ഇബാദത്തുകൾ വേർതിരിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ നോമ്പ്, എത്ര തരത്തിലുള്ള നോമ്പുണ്ട്? ഫർളുണ്ട്, ഖളാ ഉണ്ട്, കഫാറത്തുണ്ട്, സുന്നത്തുണ്ട്. അത് സുന്നത്താകുന്നതും കഫാറത്താകുന്നതും ഫർളായ നോമ്പാകുന്നതും അതല്ലാത്ത നോമ്പാകുന്നതും നിയ്യത്താണ് അവിടെ വേർതിരിക്കുന്നത്. സംഗതി ഒക്കെ ഒന്നാ, രാവിലെ മുതൽ വൈകുന്നേരം വരെ. അതാണ് നിയ്യത്തുൽ അമല്. കുളി പലതിനു വേണ്ടിയിട്ട് മനുഷ്യന്മാർ കുളിക്കാറുണ്ട്. അതൊരു മനുഷ്യന്റെ ഒരു ആദത്താണ്. പല്ല് തേക്കുക എന്നുള്ളത്, മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത്, എന്നാൽ അതിനെ ഇബാദത്താക്കുന്നത് നിയ്യത്താണ്. അതാണ് നിയ്യത്തുൽ അമല്. നിയ്യത്തുൽ മഅമൂലി ലഹു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ആ അമല് ചെയ്യുന്നത് അത് അവന് വേണ്ടി മാത്രം ആക്കുക. അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രം ആ ഇബാദത്ത് ചെയ്യുക. നമ്മൾ എന്തൊരു ഇബാദത്താണോ ചെയ്യുന്നത് അത് മറ്റാരുടെ പ്രീതിയും പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യാതിരിക്കുക, അള്ളാഹുവിന് വേണ്ടി മാത്രം ആക്കി തീർക്കുക. ഇതാണെന്ത്? നിയ്യത്തുൽ മഅമൂലി ലഹു. അപ്പൊ ഇത് രണ്ടും, അതായത് ഇഖ്ലാസും ആവശ്യം, അതാണ് അവിടെ ഇഖ്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മറ്റൊരിക്കലും നമുക്ക് കൂടുതൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം, നിയ്യത്തുൽ അമലും നിയ്യത്തുൽ മഅമൂലും. അതുകൊണ്ട് വഹീനൈദിൻ അലൈന നതനബ്ബഹ ഹാദൽ അംറിൽ അദീം, അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്, നമ്മളത് ശ്രദ്ധിക്കണം. എന്താണത്? വഹു, ഒന്നുകൂടി അത് വിശദീകരിക്കാൻ ഞാനത് വായിച്ചു പോവാണ്. വഹു അനസ്തഹിറ വനഹ്നു നഖൂമു ബിൽ ഇബാദ അന്നനാ നംതസിലു അംറല്ലാഹി ബിഹാ ലിതഹഖീഖിൽ ഇഖ്ലാസ്. നമ്മളൊരു ഇബാദത്ത് ചെയ്യുമ്പോൾ അത് അള്ളാഹ് കൽപ്പിച്ചതാണ് എന്നുള്ളൊരു ചിന്ത, ബോധ്യം, ഒരു വിചാരം നമ്മുടെ മനസ്സിൽ വേണം, നിയ്യത്ത് വേണം. അതെന്തിനാണ്? ഇഖ്ലാസ് തഹ്ഖീഖ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മള് അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ അതേപോലെ തന്നെ അത് റസൂലുള്ള കൽപ്പിച്ചതാണ്, റസൂലുള്ളാഹിനെ ഇത്തിബാ ചെയ്തുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് ഇത്തിബാഉം വേണം, അത് മുതാബഅത്ത് തഹ്ഖീഖ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ലിഅന്ന മിൻ ശുറൂത്തി സിഹ്ഹത്തിൽ അമലി, കാരണം ഒരു അമല് സ്വഹീഹാകാനുള്ള ഷർത്തിൽപ്പെട്ടതാണ് അൽ ഇഖ്ലാസ് വൽ മുതാബഅ. അറിയാലോ, പഠിച്ചുവെക്കേണ്ട ഒരു പോയിന്റാണ്. നേരത്തെ നിയ്യത്തുൽ അമലും നിയ്യത്തുൽ മഅമൂലി ലഹു എന്ന് പറഞ്ഞതുപോലെ തന്നെ പഠിച്ചു വെക്കേണ്ട മറ്റൊരു പോയിന്റാണ് ഇബാദത്തിനുള്ള, അത് സ്വീകരിക്കപ്പെടാനുള്ള ഷർത്ത്. ആ രണ്ട് ഷർത്തുകളിൽ ഒന്ന് ഇഖ്ലാസാണ്, മറ്റൊന്ന് മുതാബഅത്താണ്. ഇഖ്ലാസും മുതാബഅത്തും ഇത് രണ്ടുമാണ്. മുതാബഅത്ത് ഉണ്ട്, ഇഖ്ലാസ് ഇല്ലെങ്കിൽ ശരിയാവില്ല. ഇഖ്ലാസ് ഉണ്ട്, മുതാബഅത്ത് ഇല്ലെങ്കിൽ ശരിയല്ല. ഇത് രണ്ടും വേണം. എന്തിന്? ഒരു ഇബാദത്ത് അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ. അല്ലദീന ബിഹിമാ തതഹഖഖു ഷഹാദത്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അതായത് ഇതാണ് എന്ത് ഷഹാദത്ത് കലിമയുടെ അർത്ഥം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഒന്ന് ഇഖ്ലാസാണ്, തൗഹീദാണ്. രണ്ടാമത്തത് ഇത്തിബാ ആണ്, അതാണ് എന്ത്? മുതാബഅത്ത്. ഒന്നത് അല്ലാഹ് കൽപ്പിച്ചിട്ടുണ്ട്, രണ്ടാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇഖ്ലാസും. അപ്പൊ ആ ഒരു പോയിന്റ് ഇവിടെ ഇബ്നു സമീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. അപ്പൊ അത് രണ്ടും വേണം. അതുകൊണ്ട് നഊദു ഇലാ മാ ദക്കർനാ വലൻ മിൻ ഫളാഇലിൽ ഇൽമി. ഇനി അദ്ദേഹം പറയുന്നത് നമ്മൾ ഇൽമിന്റെ ഫضലുകളെ കുറിച്ചാണ് ഇപ്പൊ അങ്ങനെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ വിഷയത്തിലേക്ക് മടങ്ങാണ്. അതിന്റെ അടക്കം അദ്ദേഹം ഒരു പോയിന്റ് സൂചിപ്പിച്ചു. നമ്മളൊരു ഏതൊരു ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ എന്ത് വേണം? ഈ ഇഖ്ലാസ് വേണം, മുതാബഅത്ത് വേണം. ബസീറത്തോട് കൂടിയിട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. അത് അള്ളാഹ് കൽപ്പിച്ചതാണ്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാ ചെയ്തിട്ടാണെന്നുള്ളത് മനസ്സിലാക്കണം. ഇത് ബിൽ ഇൽമി യഅബ്ദുൽ ഇൻസാൻ റബ്ബഹു അലാ ബസീറ ഫയതഅല്ലഖു ഖൽബുഹു ബിൽ ഇബാദ വയതനബ്ബറു ഖൽബുഹു ബിഹാ. ആ ഇൽമു കൊണ്ടാണ് അവൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടത്, അവന്റെ ഹൃദയം വെളിച്ചമുള്ളതായി തീരേണ്ടത് ആ ഇൽമു കൊണ്ടാണ്. വയകൂനു ഫാഇലൻ ലഹാ അലാ അന്നഹാ ഇബാദത്തുൻ ലാ അലാ അന്നഹാ ആദ. അതൊരു ആദത്തായിട്ടല്ല അവൻ ചെയ്യേണ്ടത്, അത് ഇബാദത്തായിട്ടാണ് ചെയ്യേണ്ടത്. വലിഹാദാ ഇദാ സ്വല്ലൽ ഇൻസാനു അലാ ഹാദൻ നബി. അതുകൊണ്ട് ഈ അടിസ്ഥാനത്തിൽ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ ഫൈനഹു മദ്മൂനുൻ ലഹു മാ അഖ്ബറല്ലാഹു ബിഹി, അല്ലാഹ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, അല്ലാഹ് അറിയിച്ചിട്ടുള്ളത് അവന് ഗ്യാരണ്ടിയാണ്. ഈ രൂപത്തിൽ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന് നിസ്കാരത്തെ സംബന്ധിച്ച്, നിസ്കാരത്തിന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹ് പറഞ്ഞല്ലോ, നിസ്കാരം എന്നുള്ളത് വൃത്തികേടുകളുടെ മ്ലേച്ഛ കാര്യങ്ങളെ തടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അതൊരാൾക്ക് തഹ്ഖീഖ് ചെയ്യണമെങ്കിൽ എന്ത് വേണം?
ഈ രൂപത്തിൽ ഇബാദത്ത് ചെയ്താലേ അത് ശരിയായി തീരുള്ളൂ. അവിടെ പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്താ? ഇഖ്ലാസും ഇത്തിബാവും. ബസീറത്തോട് കൂടിയിട്ട് ഒരു കാര്യം ചെയ്യണതും വേറൊരാള് ഒരു കാര്യം ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ ചെയ്യണതും തമ്മിൽ രണ്ട് വ്യത്യാസം, നല്ല വ്യത്യാസമുണ്ട്. മനസ്സിലാണ്ടല്ലോ? നമ്മളൊരു കാര്യത്തിന്റെ പ്രതിഫലം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതും നമ്മൾ വെറുതെ അതങ്ങനെ ചെയ്തു പോരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ഏത് കാര്യമാണെങ്കിലും, നിസ്കാരത്തിന്റെ കാര്യമാണെങ്കിലും, ജമാഅത്ത് നിസ്കാരത്തിന്റെ കാര്യമാണെങ്കിൽ, അത് നമ്മൾ അതിന്റെ പ്രതിഫലം അറിഞ്ഞിട്ട് ചെയ്യുന്നതും അറിയാതെ ചെയ്യുന്നതും ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ ഇശാ നിസ്കരിച്ചിട്ട് വരില്ല. ഒരാൾ ഇശാ നമസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ രാത്രി പകുതിയും നിസ്കരിച്ചതുപോലെയാണ്. സ്വഹിയായിട്ടുള്ള ഹദീസ. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇശാ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന ഒരാളും അല്ലാത്ത ഒരാളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരാൾ രാത്രി അതിന്റെ പകുതിയും നിസ്കരിക്കുന്നത് പോലെയാണ് ഇശാ നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നത്. സുബ്ഹ് നിസ്കരിക്കുന്നത് ഒരാൾ ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ രാത്രി മുഴുവനും നിസ്കരിക്കുന്നത് പോലെയാണ്. അത് അറിയുന്ന ഒരാൾ നിസ്കരിക്കുന്നതും അല്ലാത്ത ആൾ നിസ്കരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ശൈഖ് അൽബാനി സ്വഹിയാക്കിയിട്ടുള്ള ഹദീസ്. ഇങ്ങനെ ഓരോ കർമ്മങ്ങളും. അപ്പൊ വുദൂവിന് ശേഷമുള്ളത് ഒരു ദുആ ഉണ്ട്. ആ ദുആ ഒരാൾ ചെയ്താൽ, ആ ദുആ ഒരാൾ ചൊല്ലിയാൽ, ആ ദുആ ഒരാൾ കൊണ്ടുവന്നാൽ സ്വർഗത്തിന്റെ 8 വാതിലിലൂടെ അയാൾക്ക് കടക്കാൻ പറ്റും. അയാള് സ്വർഗത്തിന്റെ ഏത് വാതിലിലൂടെയാണോ അയാൾക്ക് കടക്കാൻ ഇഷ്ടപ്പെടുന്നത്, അയാൾ ഇഷ്ടപ്പെടുന്ന വാതിലിലൂടെ അയാൾക്ക് ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റും. വുദൂവിന് ശേഷമുള്ള ആ ദിക്ർ ചൊല്ലിയാൽ. അത് അറിഞ്ഞുകൊണ്ട് ഒരാൾ ആ ദിക്ർ ചെല്ലുന്നതും അതിങ്ങനെ യാന്ത്രികമായിട്ട് ചെയ്യുന്നതും, അതാണ് എന്ത് ബസീറത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ ചെയ്യുന്നതും മറ്റൊരാൾ ചെയ്യുന്നത് കണ്ട് ചെയ്യുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടെന്നുള്ളത് പറയാനുള്ള കാരണം അതാണ്. അത് ഏത് ഇബാദത്തുകളാണെങ്കിലും, ജമാഅത്ത് നിസ്കാരാണെങ്കിലും, ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ദിക്റുകളാണെങ്കിലും ദുആകളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. ഇപ്പൊ ഇൽമിന്റെ മജ്ലിസിലേക്ക് വരുന്നതാണെങ്കിലും അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇൽമിന്റെ മജ്ലിസിലേക്ക് വരുന്നത്, ദീന് പഠിക്കാൻ വേണ്ടി വരുന്നതും, ആരൊക്കെയോ പോകുന്നുണ്ട്, എന്റെ ഫ്രണ്ട്സുകളൊക്കെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെന്നിട്ടില്ലെങ്കിൽ മോശമാകും, അല്ലെങ്കിൽ എന്നെ അന്വേഷിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് വരുന്നതും തമ്മിൽ ഭയങ്കര മാറ്റമുണ്ട്. അത് ഏത് ഇബാദത്താണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോ ഈ ബസീറത്തോട് കൂടിയിട്ട് ഇബാദത്ത് ചെയ്യുന്നതും അതല്ലാത്തതും തമ്മിൽ ഭയങ്കര മാറ്റമുണ്ട്. അത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്, വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. മാത്രമല്ല ഒരുപാട് പ്രതിഫലം ഇതില്ലാത്തത് കൊണ്ട് ഒരുപാട് പ്രതിഫലം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ മിസ്വാക്ക് ചെയ്യാം, ബ്രഷ് എല്ലാവരും ചെയ്യും. പ്രത്യേകിച്ച് മലയാളികൾ ഈ കുളിക്കുന്ന കാര്യത്തിലും ബ്രഷ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ മുൻപന്തിയില്ല. പക്ഷെ അവിടെ നീയത്തില്ല. അത് ഡോക്ടർ പറഞ്ഞിട്ട് ചെയ്യാണ്. കാരണം അവിടെ പിന്നെ ഫംഗസ് ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്. അതുകൊണ്ട് പല്ല് തേക്കുന്ന ആൾക്കാരാണ് മലയാളികളിൽ ഒരുപാട് ആൾക്കാർ. അവിടെ ആ നീയത്തില്ലാത്തത് കൊണ്ട് മാത്രം ആ മിസ്വാക്കിലെ പ്രതിഫലം നഷ്ടപ്പെടുകയാണ്. അപ്പൊ അവിടെ നീയത്തുണ്ടെങ്കിലോ, നീയത്തില്ലെങ്കിൽ അത് വെറും ഒരു ആദത്താണ്. രാവിലെ എണീക്കുന്നു, പല്ല് വെക്കുന്നു, ഫുഡ് അടിക്കുന്നു, പല്ല് വെക്കുന്നു, രാത്രി കിടക്കുന്നു, പല്ല് വെക്കുന്നു. അതൊരു ആദത്ത് മാത്രം. അയാളുടെ ഒരു ദിനചര്യയായിട്ട് മാറുമ്പോൾ അതിന് പ്രതിഫലമല്ല. പക്ഷെ അത് അല്ലാഹ് കൽപ്പിച്ചതാണ്, അല്ലെങ്കിൽ അല്ലാഹ് റസൂല് പഠിപ്പിച്ചതാണ് എന്നുള്ള രൂപത്തിൽ നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോഴോ, ഇപ്പൊ നോമ്പ് നോൽക്കുക എന്നുള്ളത് ഒരാളുടെ മനസ്സൊക്കെ വരികയാണെന്ത്, ഒരൊറ്റ ദിവസം നോമ്പുവറ്റാൽ 70 ഖരീഫൻ 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നകറ്റപ്പെടും. ഒരൊറ്റ നോമ്പ്. 70 കൊല്ലം 70 ദിവസമല്ല, 70 ആഴ്ചയല്ല, 70 മാസമല്ല, 70 വർഷം ഒരൊറ്റ നോമ്പ് കൊണ്ട് ഒരാൾ നരകത്തിൽ നകറ്റപ്പെടും. അങ്ങനെ ഒരാൾ നോമ്പ് നോറ്റാലും ഈ ബസീറത്തോടു കൂടി നോമ്പ് നോൽക്കുന്ന ഒരാളും അതല്ലാത്ത ഒരാളും തമ്മിൽ ഭയങ്കര മാറ്റമുണ്ട്. അപ്പൊ അത് പോട്ടെ, അവിടെ പറഞ്ഞിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു പോയിന്റ് ആണെന്നത് മനസ്സിലാക്കുക. അപ്പൊ ഏതൊരു സംഗതി അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ കാര്യം അവിടെ സൂചിപ്പിച്ചു. അപ്പൊ ഇവിടെ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി ഈ കാര്യം പറയാനുള്ള കാരണം എന്താ, ഇൽമിന്റെ പ്രാധാന്യമാണ്. അപ്പൊ ഏതൊരു കാര്യവും നമ്മൾ എന്താണ്, അത് ബസീറത്തോട് കൂടിയിട്ടാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്നത് അതല്ലാത്തതും തമ്മിൽ മാറ്റമുണ്ട്. ഇനി അടുത്തത് വമിൻ അഹ്മി ഫദാഇൽ ഇൽമി മായിലി. ഇനി അദ്ദേഹം പറയണത് ഇൽമിന്റെ പ്രധാനപ്പെട്ട ചില ഫദലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം കൊണ്ടുവരാണ്. ഒന്ന്, അന്നഹു ഇർസുൽ അംബിയാ. ഇൽമിന്റെ ഫദായിലുകളിൽ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് പ്രവാചകന്മാരുടെ ഇർസാണ്, അനന്തര സ്വത്താണ്. ഫൽ അംബിയാ അലൈഹിസ്സലാത്തു വസ്സലാം ല യുവരിസു ദിർഹമൻ വലാ ദീനാറൻ. അംബിയാക്കൾ അവർ ദിർഹമോ ദീനാറോ അനന്തര സ്വത്തായി ഇട്ട് പോയിട്ടില്ല. വൈനമ വറസു അൽ ഇൽമ. അവർ ലോകത്തിന് അനന്തരമായി കൊടുത്തിട്ടുള്ളത് എന്താണ്, ഇൽമാണ്. അതുകൊണ്ട് ഫമൻ അഖദ ബിൽ ഇൽമി ഫഖദ് അഖദ ബിഹദ്ദിൻ വാഫിരിൻ മിൻ ഇർസിൽ അംബിയാ. അതുകൊണ്ട് ആ ഇൽമ ആര് സ്വീകരിച്ചോ, അതാര് പഠിച്ചോ, അതാര് കരസ്ഥമാക്കിയോ, അവൻ കരസ്ഥമാക്കുന്നത് ആ പ്രവാചകന്മാരുടെ അനന്തര സ്വത്തിൽ നിന്നുമുള്ള പൂർണ്ണമായ ഒരു വിഹിതമാണ്. ഇബ്നു സമീം പറയണേ, നീ 15-ാം നൂറ്റാണ്ടിലാണെങ്കിൽ, നീ ഒരു തോലിബുൽ ഇൽമാണെങ്കിൽ, തെരിസു മുഹമ്മദൻ, നീ അനന്തരം എടുക്കുന്നത് ആരെയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നീ അനന്തരം എടുക്കുന്നത്. വഹാദാ മിൻ അക്ബരിൽ ഫദാഇലി. ഇതാകട്ടെ
ഏറ്റവും വലിയൊരു ഫضലുള്ള കാര്യമാണ്. ഇൽമിന്റെ മഹത്വമായിക്കൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ത്? ഇൽമു നേടുന്ന ഒരാൾ നേടുന്നത് പ്രവാചകന്മാരുടെ അനന്തര സ്വത്താണ്. അതിൽ നിന്നുള്ള വീതമാണ് അവൻ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരായത്ത് പഠിച്ചാൽ, ഒരു ഹദീസ് പഠിച്ചാൽ, ഖുർആൻ പഠിച്ചാൽ, ദിക്റുകൾ പഠിച്ചാൽ, ശരീഅത്ത് പഠിച്ചാൽ അവൻ പ്രവാചകന്മാരുടെ അനന്തര സ്വത്തിൽ നിന്നും കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫضലാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലൈസ ബിആകിലിൻ, അദ്ദേഹത്തിന്റെ ഒരു അസർ, ലൈസ ബിആകിലിൻ മൻ അംകനഹു ദറജത്തു വറസത്തിൽ അംബിയായി സുമ്മ ഫവ്വതഹ. അമ്പിയാക്കളുടെ അനന്തരാവകാശികളുടെ പദവി കരസ്ഥമാക്കാനുള്ള അവസരം ലഭിച്ച ശേഷവും അത് പാഴാക്കി കളയുന്നവൻ ഒരിക്കലും ബുദ്ധിയുള്ളവനല്ല. ഇതിന്റെ അർത്ഥം, അമ്പിയാക്കളുടെ അനന്തരാവകാശികളുടെ പദവി കരസ്ഥമാക്കാനുള്ള അവസരം ലഭിച്ചിട്ടും അത് പാഴാക്കി കളയുന്നവൻ എന്തല്ല? ബുദ്ധിമാനല്ല. ആരാ പറഞ്ഞത്? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മജ്മൂഅയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മൻ അഹബ്ബാൻ യകൂന ലിൽ അംബിയാഇ വാരിസൻ, ആർക്കെങ്കിലും അമ്പിയാക്കളുടെ അനന്തരാവകാശിയാകണോ, വഫി മസാരിഹിം ഹാരിസ, അവർ കൃഷി ചെയ്ത അവരുടെ കൃഷിയിൽ ഒരാൾക്ക് കൃഷി ഇറക്കണോ, അവിടെ ഒരാൾക്ക് കർഷകനാകണോ, ഫലതഅല്ലമിൽ ഇൽമൻ നാഫി, അവൻ നാഫി ആയിട്ടുള്ള ഇൽമു പഠിച്ചുകൊള്ളട്ടെ, വഹുവ ഇൽമുദ്ദീൻ, അതായത് അവൻ ദീന് പഠിച്ചുകൊള്ളട്ടെ. എന്നിട്ട് അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്, വല്യഹ്ദുർ മജാലിസൽ ഉലമായി, ഉലമാക്കളുടെ മജ്ലിസിൽ അവൻ സന്നിഹിതനാകട്ടെ, ഫഇന്നഹാ റിയാദുൽ ജന്ന, കാരണം അത് സ്വർഗത്തിലെ തോപ്പുകളിൽപ്പെട്ട ഒരു തോപ്പാണ്. അദ്ദേഹത്തിന്റെ തദ്കിറയിൽ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഇൽമു നേടുന്ന ഒരാൾ നേടുന്നത് പ്രവാചകന്മാരുടെ അനന്തര സ്വത്താണ്. പക്ഷെ ഇന്ന് ആർക്ക് വേണം പ്രവാചകന്മാരുടെ അനന്തര സ്വത്ത്? വാപ്പാന്റെയും ഉമ്മാന്റെയും അനന്തര സ്വത്തുണ്ടോ നോക്കി നടക്കുകയാണ് ആൾക്കാർ, സമ്പത്താകുന്ന അനന്തര സ്വത്ത്. പക്ഷെ പ്രവാചകന്മാരിവിടെ വിട്ടിട്ട് പോയത് ദീനാണ്. ആ ദീന് പഠിക്കുന്നവർ ആ പ്രവാചകന്മാരുടെ അനന്തര സ്വത്ത് കരസ്ഥമാക്കുകയാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ എന്ന് പറയാനുള്ള കാരണം. ഇതിന്റെ ഒന്നാമത്തെ പേജിൽ ഇൽമിനെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിച്ചപ്പോൾ അതിന്റെ ഹദീസ് നേരത്തെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഒന്നാമത്തത്, മനസ്സിലായല്ലോ. 2, അന്നഹു യബ്ഖാ വൽ മാലു യഫ്നാ, ഇൽമു ബാക്കിയാകും, സമ്പത്ത് നശിച്ചു പോകും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഫഹാദ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മിൻ ഫുഖറാഇ സ്വഹാബ, അദ്ദേഹം അതിന് ഉദാഹരണം കൊണ്ടുവരുന്നത് സ്വഹാബികളുടെ കൂട്ടത്തിൽ തന്നെ പ്രഗൽഭനാണ്. ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഏറ്റവും ദരിദ്രനായിട്ടുള്ള ഒരാളാണ്. ഹത്താ ഇന്നഹു യസ്ഖുതു മിനൽ ജൂഇ കൽ മുഗ്മ അലൈഹി, അദ്ദേഹം വിശപ്പ് കൊണ്ട് ബോധം കെട്ട് വീണു പോകാറുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ചരിത്രം പറയുമ്പോൾ അത് സ്വഹീഹായിട്ടുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടാറുണ്ടായിരുന്നു എന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വയറിങ്ങനെ നിലത്ത് അമർത്തി വെച്ചിട്ട് അദ്ദേഹം കിടക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്, വിശന്നിട്ട്. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ് ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുള്ള സ്വഹാബി. മനസ്സിലാണ്ടല്ലോ. എന്നിട്ട് പറയണ്, അതുകൊണ്ട് വസ്സലുക്കും ബില്ലാഹി ഹൽ യജ്രി, ഇബ്നു സൈമീനോട് ഒരു ചോദ്യം കൊണ്ടുവരികയാണ്, ഹൽ യജ്രി ലി അബീ ഹുറൈറ ദിക്റുൻ ബൈനൻ നാസ് ഫി അസ്രിനാ അം ലാ? നഅം യജ്രി കസീറ ഫയഖൂൽ ലി അബീ ഹുറൈറ അജ്റു മൻ ഇൻതഫഅ ബി അഹാദീസി. അതേവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദാഹരണം കൊണ്ടാണുള്ള കാരണം എന്താ? ഇൽമു ബാക്കിയാകും എന്നുള്ളതിന്റെ തെളിവാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. സമ്പത്ത് നശിക്കും, ഇൽമു ബാക്കിയാവും. കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇന്നും ഓർമ്മിക്കപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയണം. ഇന്ത്യയിലുള്ള, അല്ല ഏഷ്യയിലുള്ള, അല്ല ലോകത്തുള്ള കോടിക്കണക്കിന് മുസ്ലിങ്ങൾ, എവിടെയെല്ലാം മുസ്ലിങ്ങൾ ജീവിക്കുന്നുണ്ടോ ആ നഗരങ്ങളിൽ, ആ ഗ്രാമങ്ങളിൽ, ആ രാജ്യങ്ങളിൽ ഇന്നും അബൂ ഹുറൈറ സ്മരിക്കപ്പെടുന്നത് അദ്ദേഹം ധനികനായതുകൊണ്ടല്ല, അദ്ദേഹം സമ്പന്നനായതുകൊണ്ടല്ല. അങ്ങനെ അതേപോലെ തന്നെ അബൂ ഹുറൈറ പോലുള്ള മറ്റു സഹാബികൾ, ബുഖാരി, മുസ്ലിം, ലോകത്തുള്ള കോടിക്കണക്കിന് മുസ്ലിങ്ങൾ, അതല്ല മുസ്ലിങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ ബുഖാരിനെ കുറിച്ച് ഓർമ്മിക്കുകയാണ്. ഇൽമു ബാക്കിയാകും. ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് ഇവിടെ പഠിക്കുന്നത്. ഇൽമു ബാക്കിയാകും, അദ്ദേഹത്തിന്റെ കിതാബുൽ ഇൽമാണ് പഠിക്കുന്നത്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ, പിന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇങ്ങനെയുള്ള ആരാണെങ്കിലും അവരുടെ ഗ്രന്ഥങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ ഒരു കാര്യം സംശയം ഉണ്ടാവും ആളുകൾക്ക്. അപ്പോ സമ്പത്ത് അത് നശിക്കും. ഇപ്പോ സഹാബികളുടെ കൂട്ടത്തിൽ ജീവിച്ചിരുന്ന സമ്പന്നരുണ്ടായിരുന്നു, അവരുടെ ഖൈറ് ഏതെങ്കിലും ഇന്ന് നമ്മുടെ കൈകളിലുണ്ടോ? ഇപ്പൊ സ്വതഖത്തുൻ ജാരിയനെ കുറിച്ച് പറയാറുണ്ട്. സ്വതഖത്തുൻ ജാരിയ എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കുന്ന കാലത്തോളം ചിലപ്പോൾ അതിനെക്കുറിച്ച് ഓർമ്മ ഉണ്ടാവും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യകർമ്മമാണ് സ്വതഖത്തുൻ ജാരിയ. പക്ഷെ അതും നശിക്കും, അതും കേടുവരും, അതും ഇല്ലാതായിത്തീരും. പക്ഷെ ഇൽമുള്ള ആളവിടെ സ്മരിക്കും, അയാളെ ഓർക്കും, അയാൾക്ക് വേണ്ടിയിട്ട് റഹ്മത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. ഇതേ അർത്ഥത്തിൽ നിങ്ങൾ സമ്പന്നരെ ആലോചിച്ച് നോക്കി.
ഇപ്പോ ഇബ്നു സൈമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സമ്പന്നരായ ആളുകൾ, അവർ ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ ഖൈർ ഏതെങ്കിലും നമ്മുടെ കൈകളിലുണ്ടോ? പക്ഷെ പണ്ഡിതന്മാരുടെ ഖൈറുകൾ നമ്മുടെ കൈകളിലുണ്ട്. ഇത് ഇൽമും സമ്പത്തും തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. സ്വതക്കക്ക് അതിൻ്റെതായ പ്രതിഫലമുണ്ട്, അതിനേക്കാളൊക്കെ മീതെയാണ് ഇൽമു എന്നുള്ളത്. ഇവിടെ അവര് സ്മരിക്കപ്പെടണം. സക്കരിയ സലാഹി റഹ്മത്തുള്ളാഹി അലൈഹി കേരളത്തിൽ ഒരു തൗഹീദ് രംഗത്ത് ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒരാളാണ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഒരുപാട് ആലിമീങ്ങളും ഉലമാക്കളും. അപ്പോ ധനം എന്നുള്ളത് ബാക്കിയാവും, പിന്നെ ധനം എന്നുള്ളത് നശിക്കും, ഇൽമ് എന്നുള്ളത് ബാക്കിയാവും. അത് ഇൽമിന്റെ വലിയൊരു പദമാണ്. എത്ര ദരിദ്രനാണെങ്കിലും. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ കാര്യം പറഞ്ഞാൽ, അതുകൊണ്ടാണ് പിന്നെ ഹദീസ് നിഷേധിക്കുന്ന ആളുകള് അല്ലെങ്കിൽ ബുഖാരിനെ നിഷേധിക്കുന്ന ആൾക്കാര് ആദ്യം പിടിച്ചത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെയാണ്. കാരണം ആ കണ്ണിയുടെ അർത്ഥാല് പിന്നെ ബാക്കിയുള്ളതൊക്കെ എളുപ്പവും. അതുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജൂതനാണെന്നാണ് പറഞ്ഞാൽ എന്താകും? ബാക്കിയുള്ളതൊക്കെ പിന്നെ പെട്ടെന്നുണ്ട്. അപ്പോ അത് വേറൊരു വിഷയം. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് അതാണ്. ഒന്നാമത്തത് ഇൽമു എന്നുള്ളത് പ്രവാചകന്മാരുടെ അനന്തര സ്വത്താണ്, മനസ്സിലായല്ലോ. രണ്ടാമത്തത് പറഞ്ഞത് സമ്പത്ത് നശിക്കും, ഇൽമ് ബാക്കിയാകും. അതിന് ഉദാഹരണം കൊണ്ടുവന്നത് അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ഉദാഹരണം. ഇദൻ അൽ ഇൽമു യബ്ഖാ വൽ മാൽ യഫ്നാ ഫഅലൈക യാ ത്വാലിബൽ ഇൽമി അൻ തസ്തംസിക ബിൽ ഇൽമി. അതുകൊണ്ട് ഇബ്നു സമീർ റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് നൽകുന്ന നസീഹത്ത്, അതുകൊണ്ട് നീ ഇൽമിനെ മുറുകെ പിടിച്ചോ. ഫഖദ് സബത ഫിൽ ഹദീസി, ഹദീസിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ മാതൽ ഇൻസാനു ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസിൻ. ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ മൂന്നെണ്ണല്ലാത്തതൊക്കെ അവന്റെ അമലുകളൊക്കെ മുറിഞ്ഞു പോകും. സ്വതഖത്തുൻ ജാരിയ, ഒന്നാമത്തേത് ഏതാണ്? ജാരിയത്തായിട്ടുള്ള സ്വതഖത്തുൻ ജാരിയ. രണ്ടാമത്തേത് ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്പെടുന്ന ഇൽമ്. മൂന്നാമത്തത് അവന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്വാലിഹായിട്ടുള്ള സന്താനം. ഇവിടെ ഇൽമുൻ യുൻതഫഉ ബിഹി, അതിൽ ഏതെല്ലാം പെടും? ഇൽമുൻ യുൻതഫഉ ബിഹി, ഒരാളെ ഗ്രന്ഥങ്ങൾ രചിക്കുക, അത് അതിൽ പെടും. ആ ഗ്രന്ഥങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നു. അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക. ഇപ്പോൾ കിതാബുൽ ഇൽമു എടുക്കുകയാണ്, ആ കിതാബുൽ ഇൽമു ഒരു ലൈബ്രറി പോയിട്ട് പീടി പോയിട്ട് ആ കിതാബുൽ ഇൽമു മേടിച്ചിട്ട് ഒരാൾക്ക് കൊടുക്കുക, അത് പ്രചരിപ്പിക്കുക എന്നുള്ളത്, അത് ഇൽമുൻ യുൻതഫഉ ബിഹിൽ പെടും. അത് വഖഫ് ചെയ്യുക എന്നുള്ളത്, അത് ഇൽമുൻ യുൻതഫഉ ബിഹിൽ പെടും. അതങ്ങനെ ആളുകൾക്ക് ഉപകാരപ്പെടുന്നു. അതേപോലെ തന്നെ ശർഈ ആയിട്ടുള്ള ഇൽമു ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക എന്നുള്ളത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ പെടും. അവിടെ ഒരു പ്രത്യേകത ഉണ്ട്, ഈ ഇൽമിന്റെ മറ്റു പ്രത്യേകത ഉണ്ട്. അത് നമ്മളൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, അപ്പൊ അതിന്റെ കൂലി. ആ പഠിപ്പിച്ചു നമ്മളിൽ നിന്ന് പഠിച്ച ആളത് വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, അതിന്റെ പ്രതിഫലം നമുക്ക്. അയാളത് വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, അതിന്റെ പ്രതിഫലവും നമുക്ക്. അയാളിൽ നിന്ന് അത് 10,000 ആളുകൾ പഠിച്ചു, ആ 10,000ത്തിന്റെ കൂലി നമുക്ക്. ആ 10,000-ൽ നിന്ന് വേറെ 10,000 ആൾക്കാർ പഠിച്ചു, ആ വേറെ 10,000-ത്തിന്റെ പ്രതിഫലവും നമുക്ക്. അങ്ങനെ അത് ലക്ഷങ്ങളായി, ആ ലക്ഷങ്ങളെ പ്രതിഫലവും നമ്മുടെ അക്കൗണ്ടിലേക്ക്. ഇന്ന് പഠിക്കുന്ന ഹദീസുകൾ അതിന്റെ പ്രതിഫലം അബൂ ഹുറൈറ റളിയല്ലാഹുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇബ്നു സൈമിയുടെ പറഞ്ഞതുപോലെ അത് ബുഖാരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാളൊരു ഖൈർ അറിയിച്ചു കൊടുത്താൽ അതിന്റെ പ്രതിഫലം ഉണ്ടാവും. അതനുസരിച്ച് ചെയ്യുന്ന ആളുകൾ അമല്, പിന്നെ അമല അതനുസരിച്ചുള്ള ആളുകൾ അമൽ ചെയ്താൽ അതിന്റെ പ്രതിഫലം അവർക്ക് ഉണ്ടാവും, അവന്റെ പ്രതിഫലത്തിൽ നിന്നും കുറയാതെ തന്നെ. അപ്പൊ ഇത് ഇൽമിന്റെ ഒരു പ്രത്യേകത. എത്ര ആളുകൾ അത് പഠിക്കണം. നമ്മളൊരു ഹദീസ് പഠിച്ചു, അത് വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഒരു ദിക്ർ പഠിച്ചു, അത് വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അത് വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, അത് വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതങ്ങനെ അതിന്റെ പ്രതിഫലം അങ്ങനെ. അത് ഇൽമിന്റെ ഒരു പ്രത്യേകതയാണ്. അതാണ് ഇൽമുൻ യുൻതഫഉ ബിഹി. അപ്പൊ അതിൽ ഇതൊക്കെ പെടുന്ന അർത്ഥം മനസ്സിലാണ്ടല്ലോ. ശർഈ ആയിട്ടുള്ള ഇൽമ് പ്രചരിപ്പിക്കും. ആ ഹദീസിന്റെ തഹ്രീജ് അടിയിൽ കൊടുത്തിട്ടുണ്ട്, മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളതാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മൂന്നാമത്തേത് അന്നഹു ലാ യുതഇബു സാഹിബഹു ഫിൽ ഹിറാസ. മൂന്നാമത്തെ ഇൽമിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഈ ഇൽമുള്ള ആൾക്ക് അത് റിസ്ക് ഉണ്ടാക്കണില്ല, അവനെ പിന്നെ ക്ഷീണിപ്പിക്കുന്നില്ല. എന്തിന്? അതിന് ഹിറാസത്ത് പറഞ്ഞാൽ അതിന് സംരക്ഷണം കൊടുക്കാൻ എന്തല്ല ഒരു ബുദ്ധിമുട്ടുമില്ല, ഇൽമിന് സംരക്ഷണം കൊടുക്കുക എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അന്നഹു ഇദാ റസഖല്ലാഹു ഇൽമൻ, അല്ലാഹു നിനക്ക് ഇൽമു നൽകിയിട്ടുണ്ടെങ്കിൽ ഫഹംലുഹു ഫിൽ ഖൽബി, ആ ഇൽമു നീ വഹിക്കുന്നത് നിന്റെ മനസ്സിലാണ്, നിന്റെ ഹൃദയത്തിലാണ്. ലാ യഹ്താജു ഇലാ സ്വനാദീഖ മഫാത്തിഹ ഔ ഗൈരിഹ, അതിൽ ലോക്കറുകൾ ആവശ്യമില്ല, താക്കോലുകൾ ആവശ്യമില്ല, അതല്ലാത്തതൊന്നും ആവശ്യമില്ല. ഫിൽ ഖൽബി മഹ്റൂസുൻ, ആ ഇൽമു എന്നുള്ളത് നിന്റെ ഹൃദയത്തിൽ അത് പിന്നെ പ്രൊട്ടക്റ്റഡ് ആണ്, സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വഫിൻ നഫ്സി മഹ്റൂസുൻ, അവന്റെ മനസ്സിൽ അത് ആ ഇൽമു സംരക്ഷിതമാണ്, സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. വഫിൽ വഖ്തി നഫ്സി, അതേ സമയം തന്നെ ഹുവ ഹാരിസുൻ ലക്, ആ ഇൽമു എന്നുള്ളത് നിന്നെ സംരക്ഷിക്കും. അപ്പൊ രണ്ട് പ്രത്യേകത പറഞ്ഞു. എന്ത്? ആ ഇൽമിന് ലോക്കറുകൾ ആവശ്യമല്ല, നമ്മളതിന് സെക്യൂരിറ്റി കൊടുക്കേണ്ട ആവശ്യമല്ല. അതേ സന്ദർഭത്തിൽ തന്നെ ആ ഇൽമു നമുക്ക് എന്താണ്? സെക്യൂരിറ്റിയാണ്. ഇത് ഇൽമിന്റെ ഒരു പ്രത്യേകതയാണ്.
ലിഅന്നഹു യഹ്മീക മിനൽ ഖതരി ബിഇദ്നില്ലാ, കാരണം അള്ളാഹുവിന്റെ ഇതിനോട് കൂടിയിട്ട് പലതരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് ആ ഇൽമ് നിനക്ക് രക്ഷയാണ്. ഫലിൽമു യഹ്റസുക, അതുകൊണ്ട് തന്നെ ഇൽമ് നിനക്ക് കാവലാണ്. വലാകിന്നൽ മാല അൻത തഹ്റസ്, പക്ഷെ ധനം എന്നുള്ളത് അതിന് നീ കാവൽ കൊടുക്കണം, നീ സെക്യൂരിറ്റി കൊടുക്കണം. തജഅലഹു ഫീ സ്വനാദീക വറഅൽ അഗ്ലാഖ്, അതിന് നീ ലോക്കറുകളിൽ വെക്കണം. എന്നാൽ തന്നെ ആയതാലിക്ക തക്കൂന് വയറമുത്തുമൈനിൻ അലൈഹി, ഇനി അങ്ങനെയൊക്കെ ലോക്കറുകളും കാവൽക്കാരും ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ യാതൊരു സമാധാന സ്വസ്ഥത ഉണ്ടാവില്ല. എന്നാൽ ഇൽമ അങ്ങനെയല്ല. അതെന്താണ്? അത് മനസ്സിൽ ഇങ്ങനെ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് ഇൽമിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ നിസ്കരിക്കാൻ പോകുമ്പോൾ ഇവിടെ മുളത്ത പള്ളിയിലേക്ക് പോകുമ്പോൾ അവിടെ ATM പൈസ നടക്കുകയാണ്. അപ്പുറത്തൊരാള് ഇപ്പുറത്തൊരാള്, അത് നോക്കി നിൽക്കുന്ന ഒരാൾ, അവിടെ ക്യാമറ, മറ്റൊടുത്ത് ക്യാമറ. എന്നാലും പണ്ഡിതനെ പള്ളിക്ക് ഇങ്ങനെ കയറുകയാണെങ്കിലോ അയാൾക്ക് ഒരു സെക്യൂരിറ്റിന്റെ ആവശ്യമില്ല. അത് ഈ പണം എന്നുള്ളത് ഇന്ന് വലിയൊരു ചൊറയാണ്. ആളുകൾ ഏതൊക്കെ ബാങ്കിലൊക്കെ കൊണ്ടുപോയിടും. കാരണം എന്താ? അത് ആ പണം സുരക്ഷിതമായിരിക്കണം. ഇപ്പൊ കുറച്ച് സ്വർണം വീട്ടിലുണ്ടെങ്കിൽ ഒരു സമാധാനമില്ല, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. 1 ഗ്രാം പോലും കുട്ടികളൊക്കെ ഇടാനോ കുട്ടികളെ ധരിപ്പിക്കാനോ ധൈര്യമല്ല. കാരണം എന്താ? സെക്യൂരിറ്റി ഇല്ല, യാതൊരു സെക്യൂരിറ്റി ഇല്ല. കാരണം സ്വർണത്തിന് അക്കോലത്തിലുള്ള വിലയാണ്. ഉള്ള ആൾക്കാർക്ക് തന്നെ മനസ്സമാധാനമല്ല. അത് വീട്ടിൽ വെച്ചാൽ പ്രശ്നമാവോ, ബാങ്കിലിടാൻ പറ്റുമോ, അപ്പൊ അത് എന്ത് ചെയ്യണം, അതെന്താണ് ചെയ്യുക, അത് വിറ്റിട്ട് സ്ഥലം വാങ്ങണോ, അതല്ല അത് വിറ്റിട്ട് വേറെ എന്തെങ്കിലും വാങ്ങണോ, എന്താണ്, ഒരു മനസ്സമാധാനം ഇല്ലാത്തൊരവസ്ഥ. എന്നാൽ ഇൽമിന്റെ കാര്യം അങ്ങനെയല്ല. അത് അവന്റെ മനസ്സിലാണ്. എത്ര വലിയൊരു ആലിമാണെങ്കിലും ആ ഇൽമ അവന്റെ മനസ്സിലാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷെ ആൾക്കാർക്ക് വേണ്ട എന്നുള്ളത് വേറൊരു വിഷയം അല്ലെ. ഇത് പ്രവാചകന്മാരുടെ അനന്തര സ്വത്താണ്, നശിക്കാത്തൊരു മുതലാണ് ഇൽമ എന്നുള്ളത്. അതിന് സെക്യൂരിറ്റി കൊടുത്തിട്ട് പിന്നെ ബുദ്ധിമുട്ടേണ്ട കാര്യമല്ല. അതാണ് മൂന്നാമത്തത് പറഞ്ഞത്. നാലാമത്തത് അന്നൽ ഇൻസാനെ തവസ്സലു ബിഹി ഇലാ യകൂന മിനൽ ശുഹദാഇ അലൽ ഹഖ്, ഇൽമു നേടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹക്കിന് സാക്ഷ്യം വഹിച്ച ആളുകളുടെ കൂട്ടത്തിൽപ്പെടാൻ അവന് പറ്റും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഹക്കിന് ശുഹദാക്കളായിത്തീരുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഇൽമു കൊണ്ട് അവന് സാധിക്കും. വദ്ദലീൽ, അതിന്റെ തെളിവെന്താ? ഖൗലുഹു തആല ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്തി. 18-ാമത്തെ ആയത്ത് ആൽ ഇംറാനിലെ. ആയത്തിന്റെ അർത്ഥം എന്താ? വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഈ പറയുന്നത്. അള്ളാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. എന്തിന്? ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതിന് അള്ളാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. വൽ മലായികത്തു, പിന്നെ ആരാ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്? മലക്കുകളും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. വ ഉലുൽ ഇൽമി, മലക്കുകൾക്ക് ശേഷം അള്ളാഹുവിന്റെ വഹദാനിയത്തിന് സാക്ഷ്യം വഹിച്ചത് പിന്നാരാ? ഉലുൽ ഇൽമാണ്. എന്നിട്ട് ഇബ്നു സൈം പറയാണ് ഫഹൽ ഖാല, അള്ളാഹ് അവിടെ പറഞ്ഞോ ഉലുൽ മാലി, സമ്പന്നർ എന്നല്ല പറഞ്ഞോ? ലാ, ഇവിടെ മലക്കുകൾക്ക് ശേഷം സമ്പന്നരും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞോ? ല ബൽ ഖാല വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്തി എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഫയക്ഫീക, നിനക്ക് മതി, ഫഖറൻ, അഭിമാനമായിട്ട് നിനക്ക് മതി, യാ ത്വാലിബൽ ഇൽമി, ത്വാലിബൽ ഇൽമ, വിദ്യാർത്ഥി നിനക്ക് മതി, അൻ തകൂന മിമ്മൻ ഷഹിദ ലില്ലാഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ മഅൽ മലായികത്തി അല്ലദീന യഷ്ഹദൂന ബിവഹദാനിയത്തില്ലാഹി തആല. അല്ലാഹുവിന്റെ വഹദാനിയത്തിന്, ഏകത്വത്തിന് മലക്കുകളുടെ കൂടെ നീ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്നല്ല പറഞ്ഞത് തന്നെ നിനക്ക് അഭിമാനമായിട്ട് മതി. അതൊരു ഫഖറായിട്ട് നിനക്കത് മതി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഏറ്റവും വലിയ സത്യം, ഏറ്റവും വലിയ ഹക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ഹക്കിന് അള്ളാഹ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അള്ളാഹു അല്ലാതെ ഇലാഹില്ല, ആരാധ്യനില്ല എന്നുള്ളതിന് അള്ളാഹ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, മലക്കുകളും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. മൂന്നാമത്തത് എടുത്തു പറഞ്ഞത് പണ്ഡിതന്മാരും ഇൽമുള്ളവരും അതിന് സാക്ഷികളായിരിക്കുന്നു. അതൊരു ഫഖറാണെന്ന് പറഞ്ഞാൽ അവിടെ ഇൽമുള്ള ആൾക്കാരെ പ്രത്യേകം എടുത്ത് പറഞ്ഞു. അത് മതി നിനക്ക് ഫഖറായിട്ട്. അപ്പൊ അതാണ് നാലാമത്തത്. അഞ്ചാമത്തത് അന്ന അഹ്ലുൽ ഇൽമി, പണ്ഡിതന്മാർ ഹും അഹദു സിൻഫൈ ഉലാത്തിൽ അംരി, ഉലുൽ അംറിൽപ്പെട്ട രണ്ടിൽ ഒന്നാണ്. ആര്? ഉലമാക്കള്. അമറല്ലാഹു ബിത്വാഅതിഹിം ഫീ ഖൗലിഹി, ആ ഉലുൽ അംറിനെ അനുസരിക്കാൻ അല്ലാഹ് കൽപ്പിച്ചിട്ടുണ്ട്. എന്താ തെളിവ്? യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും. നിസായിലെ 59-ാമത്തെ ആയത്ത്. നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അവന്റെ റസൂലിനെ അനുസരിക്കണം, നിങ്ങളിൽ നിന്നുള്ള ഉലുൽ അംറിനെയും അനുസരിക്കണം. ഫൈന ഉലാത്തൽ ഉമൂരി ഹുനാ തശ്മലു ഉലാത്തൽ ഉമൂരി മിനൽ ഉമറായി വൽ ഹുക്കാമി വ തലബത്തിൽ ഇൽമി. അപ്പൊ ഇവിടെ ഉലുൽ അംറിനെ അനുസരിക്കണം. ആരാ ഉലുൽ അംറ്? 2 വിഭാഗമാണ് അതിൽ പെടുക. ഒന്ന് ഉമറാക്കളും, രണ്ടാമത്തത് ഉലമാക്കളും. ആ ഉമറാക്കൾ അനുസരിക്കണം. അല്ലാഹ് നിർത്തിയോ? അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം.
വാത്തിയു റസൂല, അവൻ റസൂലിനെ അനുസരിക്കണം. പിന്നെ പറഞ്ഞത് ആരാണ്? ഉലുൽ അംറിനെയും അനുസരിക്കണം. അള്ളാന്റെ കൽപ്പനയാണ്, അള്ളാന്റെ അംറാണ്. ആ ഉലുൽ അംറിൽ പെടുന്നത് രണ്ട് വിഭാഗം ആളുകൾ. ഒന്ന് ഭരണാധികാരികൾ, രണ്ടാമത്തേത് ആരാണ്? ഉലമാക്കളാണ്. അറിവ് തേടുന്ന ത്വാലിബുൽ ഇൽമാണ്, വിവരമുള്ള ആൾക്കാരാണ് അവിടെ ഉലുൽ അംർ. എന്നിട്ട് വിലായത്തു, അവിടെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അഹ്ലുൽ ഇൽമിന്റെ വിലായത്ത്, വിലായത്ത് പറഞ്ഞാൽ അധികാരം, പണ്ഡിതന്മാരുടെ അധികാരം ഫി ബയാനി ശരീഅത്തില്ല. അവരുടെ അധികാരം എന്നുള്ളത് അള്ളാഹുവിന്റെ ശരീഅത്ത് ബയാൻ ചെയ്തു കൊടുക്കലാണ്. വദഅവത്തി നാസിലേഹ, ആ ശരീഅത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കലുമാണ്. വിലായത്തുൽ ഉമറായി, ഉമറാക്കളുടെ വിലായത്ത് എന്നുള്ളത് ഫി തൻഫീദ് ശരീഅത്തില്ലാഹി, അള്ളാഹുവിന്റെ ശരീഅത്തിനെ നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ്. ഇൽസാമിൻ നാസിബിഹ, അതിന് ജനങ്ങളെ നിർബന്ധിപ്പിക്കുക എന്നുള്ളതുമാണ്. അവ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, മനസ്സിലാണ്ടല്ലോ. ഉലുൽ അംറിനെ അനുസരിക്കണം, അത് നിർബന്ധമാണ്. ആ ഉലുൽ അംറില് ഭരണാധികാരികൾ പെടും, പണ്ഡിതന്മാർ പെടും. അവിടെ ഭരണാധികാരികളുടെ കടമയാണ് എന്ത്? പിന്നെ ശരീഅത്ത് നടപ്പിൽ വരുത്തുക എന്നുള്ളത്. അതേപോലെ തന്നെ അതില് പിന്നെ ഇൽസാം, ജനങ്ങൾ അതിനു വേണ്ടി നിർബന്ധിപ്പിക്കുക, അത് ചെയ്യിപ്പിക്കേണ്ടത് ആരാണ്? അതിന്റെ അനിവാര്യത ഭരണാധികാരികൾക്കാണ് ശരീഅത്ത് നടപ്പിലാക്കേണ്ടത്. ഉലമാക്കളുടെ പിന്നെ അധികാരം എന്താണ്? അത് ശരീഅത്ത് ഖുർആനും സുന്നത്തും ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് രണ്ടും രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കണം. ആരെങ്കിലും ഒരാൾ കട്ടാൽ ആ ഉലുൽ അംറിനെ അനുസരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഉലുൽ അംറിൽ ഉലമാക്കൾ പെടുന്നു പറഞ്ഞിട്ട് വേറൊരുത്തന്റെ കൈ വെട്ടാൻ നിൽക്കണ്ട. അതിന് അധികാരപ്പെട്ട ആളുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് ബിനുസൈബ് റഹ്മത്തുള്ളാഹി ഇവിടെ അനുസരണം നിർബന്ധമാണെന്ന് പറഞ്ഞതിന് ശേഷം രണ്ടു കൂട്ടരുടെയും അധികാര പരിധി എന്താന്നുള്ളത് വിശദീകരിച്ചത്. നാട്ടിലൊരാൾ കട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഉലുൽ അംറിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞിട്ട് കൈ വെട്ടാൻ വേണ്ടിയിട്ട് പോകണ്ടെന്നർത്ഥം. അത് അതിൻ്റെതായ ഭരണാധികാരികൾ ഉത്തരവാദപ്പെടുത്തിയിട്ടുള്ള ആൾക്കാർ ചെയ്തോളും. ഇനി ഒരാളെ കൊന്നിട്ടുണ്ട്, ആ ഉലുൽ അംറിനെ അനുസരിക്കണം എന്നാണല്ലോ. ഉലുൽ അംറിൽ ഉലമാക്കളുണ്ടല്ലോ, ആ ഉലുൽ അംറിനെ അനുസരിക്കൽ നിർബന്ധമാണല്ലോ, അവർക്ക് അധികാരം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ആ കൊന്നവനെ പോയിട്ട് കൊല്ലാൻ നിൽക്കണ്ട, അത് ഭരണാധികാരികൾ എടുക്കേണ്ട പണിയാണ്. അതുകൊണ്ട് ഇവിടെ കണ്ടോ ബിനുസൈബ് റഹ്മത്തുള്ളാഹി ഈ പറയുന്ന വിഷയം പറഞ്ഞതിന്റെ ഇടയ്ക്ക് ആ രണ്ട് അധികാരം എന്താന്നുള്ളത് പ്രത്യേകം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളിൽ ഒരാളെ തെറ്റ് കണ്ടാൽ കൈകൊണ്ട് തടുക്കണം, ഇല്ലെങ്കിൽ നാവ് കൊണ്ട്, ഇല്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കണം. അപ്പൊ ഒരാൾ വന്നിട്ട് ചോദിക്കണം, എന്താ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത് കൈ കൊണ്ട് തടുക്കണം എന്നല്ലേ? ആ കൈ കൊണ്ട് തടുക്കേണ്ടത് ആരാ? അതിന്റെ ഷറഹൊന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. ആദീസും പിടിച്ചിട്ട് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വരണ്ടെന്നർത്ഥം. ആദ്യം പറഞ്ഞത് കൈ കൊണ്ട് തടുക്കണം എന്നല്ലേ? കൈ കൊണ്ട് തടുക്കണം എന്നാണ്. ആ തടുക്കേണ്ടത് ആരാ? അത് അതിന്റെ ഷറഹ് വായിച്ചു നോക്കിയാൽ കിട്ടും. ഒരാൾക്കൊരു പരിധി ഉണ്ട്. അപ്പൊ അവനവന്റെ വീട്ടിലാണെങ്കിൽ കൈ കൊണ്ട് തടുക്കുക അല്ലെ? സ്വാതന്ത്ര്യം മുക്കിൻ തുമ്പത്ത് എന്ന് പറഞ്ഞ മാതിരി അയാളുടെ പരിധിയിൽ ആൾക്കത് ചെയ്യുക. അതിന്റെ അപ്പുറത്തേക്ക് അത് ചെയ്യേണ്ട ആൾക്കാരത് ചെയ്തോളണം. അപ്പൊ അത് മറ്റൊരു വിഷയം. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ അതിന്റെ 5 ഫദായിലുകൾ നമ്മൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കിയുള്ള ഫദായിലുകൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അപ്പൊ ഈ 5 ഫദായിലുകളും നമ്മുടെ മനസ്സിലുണ്ടാകണം. വിഷയങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. പറയുന്ന കാര്യത്തിൽ വല്ല സംശയങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി